ഏവർക്കും ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC IT പ്രാക്ടിക്കൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് കയറ്റ് പുറത്തിറക്കിയിരിക്കുന്ന സാമ്പിൾ ചോദ്യങ്ങളിലെ പ്രാക്ടിക്കൽ ഭാഗത്തു നിന്നുള്ള രണ്ടാമത്തെ ചോദ്യമാണിത്. മാതൃകയിൽ ഇതുപോലെ ഒരു ജലദിന പോസ്റ്റർ ഇങ്ക്സ്കേപ്പിൽ തയ്യാറാക്കുവാനായിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം 4 ടെക്സ്റ്റുകൾ: സേവ് വാട്ടർ, സേവ് ലൈഫ്, മാർച്ച് 22, വേൾഡ് വാട്ടർ ഡേ, ഇങ്ങനെ 4 ടെക്സ്റ്റുകൾ കാണാം. ഈ 4 ടെക്സ്റ്റുകളും ജെൻഡിയം ബുക്ക് ബേസിക് എന്ന ഫോണ്ട് ഉപയോഗപ്പെടുത്തണം. അതുപോലെ 2 ചിത്രങ്ങൾ ചേർക്കണം. ഹാൻഡ് PNG എന്നും വാട്ടർ PNG എന്ന ചിത്രങ്ങളും ചേർക്കണം. അതുപോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു നീല നിറമാണ് സെറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ രജിസ്റ്റർ നമ്പർ _ വാട്ടർ ഡേ എന്ന പേരിൽ exam 10 പ്രോഡക്റ്റ് എന്ന ഫോൾഡറിലേക്ക് PNG എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനുവേണ്ടി നമ്മൾ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. 9 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഇങ്ക്സ്കേപ്പ് എന്ന് സെർച്ച് ചെയ്തുകൊണ്ട് ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ആയി വരുന്ന സമയത്ത് ന്യൂ ഡോക്യുമെൻ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് പേജ് ബോർഡർ കളയണമെങ്കിൽ ഫയൽ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസിലെ പേജ് ബോർഡർ എന്നുള്ളത് കളഞ്ഞു കഴിഞ്ഞാൽ ആ പേജ് ബോർഡർ അവിടെ നിന്ന് മാറി വരും. നമുക്ക് ഈ വിൻഡോ ആവശ്യമില്ലാത്തതിനാൽ അതൊന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഇനി വേണ്ടത് നമുക്കൊരു റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിന് വേണ്ടിയിട്ട് ഇടത് ഭാഗത്ത് കാണുന്ന ഈ റെക്റ്റാങ്കിൾ ടൂളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ ലഭിക്കുന്നു. ഇനി നമുക്കത് ബ്ലൂ കളർ കൊടുക്കുകയാണ്. താഴെ നിന്നും ഒരു ബ്ലൂ കളർ സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് തയ്യാറായിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് 4 ടെക്സ്റ്റുകളാണ്. ഈ ടെക്സ്റ്റുകൾ ചേർക്കുന്നതിന് വേണ്ടി ഇടത് ഭാഗത്തു നിന്ന് കാണുന്ന ഈ ഒരു ടെക്സ്റ്റ് ടൂൾ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ ടൈപ്പ് ചെയ്യുന്നു സേവ് വാട്ടർ എന്ന് സെർച്ച് എന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ ഫോണ്ട് മാറ്റുന്നതിന് വേണ്ടി ഇവിടെയാണ് വരേണ്ടത്. ഇവിടെ നമുക്ക് ജെൻഡിയം GE എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വരുന്നുണ്ട്, ജെൻഡിയം ബുക്ക് ബേസിക്. അങ്ങനെ ആ ഫോണ്ട് മാറിയിട്ടുണ്ട്. നമുക്ക് കളർ മാറ്റുന്നതിന് താഴെയുള്ള കളർ പാലറ്റിൽ നിന്ന് വൈറ്റ് കളർ സെലക്ട് ചെയ്തുകൊണ്ട് വൈറ്റ് കളറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ടെക്സ്റ്റ് പൂർത്തിയായിരിക്കുകയാണ്. നമുക്ക് 4 ടെക്സ്റ്റുകൾ ഇത്തരത്തിൽ ജെൻഡിയം ബുക്ക് ബേസിക്കും വൈറ്റ് കളറുമായിട്ട് വേണം. അങ്ങനെ 4 ടെക്സ്റ്റുകളും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ആ ചിത്രം കൂടി ഇതിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഈ ചിത്രത്തിന് അനുയോജ്യമായി ടെക്സ്റ്റുകളുടെ വലിപ്പവും അതിൻ്റെ സ്ഥാനവും ഒന്ന് ക്രമീകരിക്കാം. നമുക്ക് 2 ചിത്രങ്ങളാണ് കൊണ്ടുവരുന്നത്. ഹാൻഡ് PNG, വാട്ടർ PNG 2 ചിത്രങ്ങൾ കൊണ്ടുവരുന്നതിന് ഫയൽ, ഇമ്പോർട്ട്, അതിലെ ഹോമിൽ നിന്നും ഹോമിലെ ഉള്ള ക്വസ്റ്റ്യൻ ഉള്ളതിൻ്റെ റിസോഴ്സസിലേക്ക് വരികയാണ്. അവിടെ ഇമേജസ് 10ലാണ്. അവിടെ ഹാൻഡ് PNG എന്നൊരു ചിത്രം ഓപ്പൺ ചെയ്യുന്നു. ഈ ഒരു വിൻഡോയിൽ നമുക്ക് OK ക്ലിക്ക് ചെയ്യാം. ഇനി വേണ്ടത് വാട്ടർ PNG ആണ്. വീണ്ടും ഫയൽ, ഇമ്പോർട്ടിലേക്ക് വരുന്നു. ഒരു തവണ ഓപ്പൺ ആയി കഴിഞ്ഞാൽ സെയിം ഫോൾഡറിലേക്ക് തന്നെ ഓപ്പൺ ആയി വരുന്നതുകൊണ്ട് നമുക്ക് അടുത്ത ചിത്രം സെലക്ട് ചെയ്യാൻ എളുപ്പമാണ്. ഇനി കണ്ടില്ല എങ്കിൽ വീണ്ടും ഹോമിലേക്ക് പോയിക്കൊണ്ട് ആ റിസോഴ്സ് ഫോൾഡറിലേക്ക് തന്നെ പോയി ഇമേജസ് 10 ഓപ്പൺ ചെയ്യാം. ഇനിയിപ്പോൾ അതേ വിൻഡോ തന്നെ ആയതുകൊണ്ട് വാട്ടർ PNG എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. വീണ്ടും ഇത് OK ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് 2 ചിത്രങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇത് സെലക്ഷൻ ടൂളിലേക്ക് മാറ്റിയെങ്കിൽ മാത്രമാണ് നമുക്കിത് ഇന്ന് മൂവ് ചെയ്യാനും അതുപോലെ അതിൻ്റെ സൈസ് ക്രമീകരിക്കാനും കഴിയുള്ളൂ. ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് കൺട്രോൾ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പ്രപ്പോർഷൻ ചേഞ്ച് ചെയ്യാതെ തന്നെ നമുക്കതിൻ്റെ വലിപ്പം സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇനി രണ്ടാമത്തെ ഈ ഒരു ചിത്രവും നമ്മൾ ഇതേപോലെ ചെറുതാക്കുകയാണ്. കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ടിട്ട് ഈ ഒരു കോർണറിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചെറുതാക്കിയാൽ അതിൻ്റെ പ്രപ്പോർഷൻ മാറാതെ തന്നെ നമുക്ക് ലഭിക്കും. അങ്ങനെ കൺട്രോൾ കീ പ്രസ് ചെയ്തില്ല എങ്കിൽ അതിൻ്റെ പ്രപ്പോർഷൻ ചിലപ്പോൾ ഇത്തരത്തിൽ മാറിപ്പോവാൻ സാധ്യതയുണ്ട്. എപ്പോഴും ഇത്തരത്തിൽ ചിത്രങ്ങൾ അത് സ്കെയിൽ ചെയ്യുന്ന സമയത്ത് കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അങ്ങനെ ചിത്രങ്ങൾ നമ്മളത് സ്കെയിൽ ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ ഫോണ്ടുകൾ, ടെക്സ്റ്റുകൾ ആവശ്യമായ സ്ഥലങ്ങളിലേക്കൊന്ന് മാറ്റുകയാണ്. ഈ വേൾഡ് വാട്ടർ ഡേ എന്നുള്ളത് ഈ ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കുറേ കൂടി വലിയൊരു ഫോണ്ടാണ്. ആ ഫോണ്ടിലേക്ക് ആ ഒരു വലുപ്പത്തിലേക്കൊന്ന് സെറ്റ് ചെയ്യാം. ആ ഒരു വലുപ്പത്തിലേക്ക് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടുകയാണ്. 48 കൊടുക്കാം. അതുപോലെ നോർമൽ എന്നുള്ളത് മാറ്റി ഒന്ന് ബോൾഡിലേക്ക് മാറ്റിയാൽ കുറേ കൂടി വലിയൊരു ഫോണ്ടിലേക്ക് അത് വന്നിട്ടുണ്ട്. നമുക്കിത് അതിൻ്റെ പൊസിഷൻ ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടത് കംപ്ലീറ്റ് ആക്കാം. ഇനി നമുക്ക് അതിൻ്റെ ഫൈനൽ ടച്ച് ഈ ഒരു ചിത്രം അനുസരിച്ച് അതിന് അനുയോജ്യമായ തരത്തിൽ അതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ക്രമീകരിക്കാം. ബാക്ക്ഗ്രൗണ്ട് ക്രമീകരിക്കുന്നതിന് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈസും വിട്ടുമൊക്കെ ആ ചിത്രത്തിനനുസരിച്ച് നമുക്ക് ക്രമീകരിച്ചുകൊണ്ട് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിച്ചേരുന്നു.
ഇത് മുഴുവനും ഒരു ഒബ്ജക്റ്റാക്കി മാറ്റുന്നതിന് ഇത് മുഴുവനായി നമുക്കൊന്ന് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റിലെ ഗ്രൂപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ ഇതൊരു ഒറ്റ ചിത്രമായി മാറുന്നു. ഇനി നമുക്ക് എക്സ്പോർട്ട് ചെയ്തൊരു PNG എക്സ്പോർട്ട് ചെയ്തൊരു ഫയലാക്കി മാറ്റുന്നതിന് ഫയലിൽ നിന്നും എക്സ്പോർട്ട് PNG ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ സെലക്ഷനിൽ തന്നെയാണ് ഇത് സെലക്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് സെലക്ഷൻ എന്ന ഓപ്ഷൻ തന്നെ നിൽക്കുകയാണ്. അതിനുശേഷം ഇവിടെ എക്സ്പോർട്ട് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഹോമിനുള്ളിലുള്ള exam10 പ്രോഡക്റ്റ് എന്ന ഫോൾഡർ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാം ഹോമിനകത്തുള്ള exam10 പ്രോഡക്റ്റ് ആണ്. ഇനി ഇവിടേക്ക് നമുക്ക് രജിസ്റ്റർ നമ്പർ നൽകാം. രജിസ്റ്റർ നമ്പർ _ വാട്ടർ ഡേ എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഫയലിന് പേര് കൊടുത്തതിന് ശേഷം സേവ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ഒരു വർക്ക് പൂർത്തിയാവുകയാണ്. ഇതുവരെ വീഡിയോ കണ്ട ഇവർക്കും നന്ദി, നമസ്കാരം.